ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 1200 ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലം. അത് കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു നക്ഷത്രമാണ്. അതായത് കാർത്തിക നക്ഷത്രക്കാർക്ക് മറ്റുള്ള നക്ഷത്രക്കാരെക്കാളും ഒരല്പം പ്രഭാവം കൂടുതലാണ്, ഭരണശക്തി കൂടുതലാണ്, തന്ത്രപരമായി വിജയിക്കുവാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ്. എന്നിരുന്നാലും വളരെ അധികം ദുഃഖത്തിലും ദുരിതത്തിലും പ്രവർത്തനങ്ങൾ വിജയിക്കാതെയും ഒക്കെ കഷ്ടനഷ്ടങ്ങളിൽ പെട്ട് കിടക്കുന്ന ഒരു നക്ഷത്രമാണ് കുറേ നാളുകളായിട്ട് ഈ കാർത്തിക നക്ഷത്രക്കാർ. എന്നാൽ ഈ കൊല്ലവർഷം 1200 ചിങ്ങമാസം മുതൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു പുരോഗതി വന്നു ചേരുവാൻ പോകുന്ന ഒരു വർഷവും കൂടിയാണ്. അതായത് കാർത്തിക നക്ഷത്രക്കാർ കീർത്തിയേറും എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ 11ാം ഭാവത്തിൻ്റെ അധിപനായ ആ വ്യാഴം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യും. അതുപോലെ തന്നെ 9ാം ഭാവാധിപൻ്റെ സ്ഥിതിയും കാർത്തിക നക്ഷത്രത്തിന് വളരെ നല്ലതാണ്. ഭാഗ്യാധിപൻ്റെ സ്ഥിതിയും വളരെ നല്ലതാണ്. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. യുവതി യുവാക്കൾക്കായാലും മധ്യവയസ്കർക്കായാലും കൊച്ചുകുട്ടികൾക്കായാലും പ്രായമായവർക്കായാലും ഒക്കെ ആരോഗ്യം തൃപ്തികരമായിരിക്കുന്ന ഒരു വർഷമാണ് ഈ കൊല്ലവർഷം 1200 ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ നല്ല രീതിയിൽ ചികിത്സ ഫലിക്കുന്നതിനും നല്ല ഡോക്ടേഴ്സിനെ കണ്ടെത്തുന്നതിനും മരുന്ന് ഫലിച്ച രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നിച്ച് ദൈവാധീനമൊക്കെ വർദ്ധിക്കുകയാൽ ശ്രേയസ്സും യശസ്സും വന്നിച്ച്. എന്നിരുന്നാലും പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല കാലമല്ല. ഒരു കാര്യവുമില്ലാതെ പ്രണയിക്കുന്നവർക്ക്, അതിലേക്ക് തിരിയുന്നവർക്ക്, യുവതി യുവാക്കളായാലും മധ്യവയസ്കരായാലും മറ്റുള്ള ഏത് പ്രായത്തിലുള്ളവരായാലും മാനാപമാനങ്ങളോ ചില അവിഖ്യാതികളോ വന്നു പെടുന്നതിനുള്ള സൂചനകൾ വളരെയധികം ഉണ്ട്. അതായത് പ്രണയത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ കേതുവാണ്. കേതു എന്നാൽ ഏതു വേണ്ട, ഒരു കാര്യവും വേണ്ട, മനസ്സറിയാത്ത കാര്യത്തിന് മനോവിഷം ഉണ്ടാകുന്നതിന് ഈ ഒരു വർഷത്തേന് സൂചനയുണ്ട്. പ്രത്യേകിച്ച് സന്താനങ്ങളെ കൊണ്ട് ചില ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നതിനും സൂചനയുണ്ട്. പ്രായമായ മാതാപിതാക്കളായാലും യൗവനയുക്തക്ക് ആയാലും അവരുടെ സന്താനങ്ങളെ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചില മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും സഹായത്തിന് ഉണ്ടാവും. അതുപോലെ തന്നെ ഉത്തമ വാഹനയോഗവും ഉത്തമ ഗൃഹയോഗവും ഒക്കെ ഉള്ള കാലമാണ്. വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലായാലും വാഹനത്തിൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്യുന്നവരായാലും മറ്റ് ഏത് തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും ഒരു പുരോഗതി വന്നു ചേരും. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും വളരെ മികച്ച രീതിയിൽ വിളവ് ലഭിക്കുന്നതിനും വിളകൾക്ക് നല്ല വില ലഭിക്കുന്നതിനുമൊക്കെ തൊഴിൽ ഭാവത്തെ വിശകലനം ചെയ്തതിൽ നല്ല ബലമുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ വിദേശയാത്ര പോകുന്നതിനും ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനുമൊക്കെ അവസരങ്ങൾ വന്നിച്ച്. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ കാലം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക്, വിവാഹം നടന്നിട്ടില്ലാത്തവർക്ക് ഒരു വിവാഹം വന്ന് നടക്കുന്നതിന് യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ഏതെങ്കിലും കാരണത്താൽ ഒക്കെ ഡൈവേഴ്സായി പോയ ആൾക്കാർക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ മറ്റൊരു വിവാഹം വന്ന് നടക്കുന്നതിനും സന്തോഷകരമായ ജീവിതം ആരംഭിക്കുന്നതിനും ഈ കൊല്ലവർഷം 1200 മലയാള വർഷം ചിങ്ങമാസം മുതൽ ഭാഗ്യമുള്ള ഒരു വർഷമാണ്. അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. എങ്കിലും വെള്ളം വളരെ ശ്രദ്ധ വേണം. വെള്ളത്തിലൂടെ വരാവുന്ന ചില
ഏതെങ്കിലും അണുബാധകളോ രോഗങ്ങളോ ഒക്കെ വരാൻ സൂചനയുള്ളതിനാൽ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നവർ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു വർഷമാണ്. അതുപോലെ തന്നെയാണ് പ്രവർത്തന രംഗങ്ങളിൽ, അത് സാമൂഹിക സേവന സന്നദ്ധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും മറ്റ് ഓഫീസുകളിലെ ചില ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായാലും ഒക്കെ കപടതന്ത്രക്കാരുടെ പിടിയിൽ പെട്ടുപോകാതെ വളരെ ശ്രദ്ധിക്കണം. കപടതന്ത്രക്കാർ തന്ത്രം മെനയുകയും സ്ഥാനമാനങ്ങളിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുന്നതിന് വേണ്ടി ഒക്കെ ശ്രമിക്കുന്ന ഒരു കുടില ബുദ്ധി വന്നു ചേരുവാൻ ചില വ്യക്തികളുടെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുവാനൊക്കെ സൂചനയുള്ള ഒരു വർഷമാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് എതിരായിട്ട്. അത് കണ്ടറിഞ്ഞ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയും പ്രവർത്തന രംഗത്ത് നിൽക്കുകയും പ്രധാന കാര്യങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വിജയങ്ങൾ വന്നിച്ച്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ചേരും. അതായത് സ്വന്തം നാട് വിട്ടോ അതോ നാട്ടിലായാലും വിദേശത്തൊക്കെ ആയാലും പോയി പഠിക്കുന്നതിന്, തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും. ദൈവാധീനമുണ്ടല്ലോ, ഭാഗ്യവും തുണയായിട്ടുണ്ട്, സാധിക്കും. പണമൊക്കെ വന്നു ചേരുന്നതിനും പ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ പഠന രംഗത്ത് ഒരു അലസതയൊക്കെ വെടിഞ്ഞ് നല്ല അവസരങ്ങൾ, കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാൻ പാടില്ല വിദ്യാർത്ഥികൾ. അപ്പോൾ അവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേർന്ന് ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാകുന്നതിനൊക്കെ യോഗമുള്ള ഒരു വർഷവും കൂടിയാണ് ഒരു വർഷത്തെ. അതുപോലെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്ന വിഭാഗക്കാരായാലും ഗവൺമെൻറ് സർക്കാർ ജീവനക്കാർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അതുപോലെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ജോലിക്കാർക്ക് തൊഴിൽപരമായിട്ട് വിജയങ്ങൾ വന്നു ചേരും. ഏതെങ്കിലും തരത്തിൽ തൊഴിൽ രംഗത്തൊക്കെ വളരെയധികം കഷ്ടനഷ്ടങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഈ കാർത്തിക നക്ഷത്രക്കാരുണ്ട്. അത് ഈ ചിങ്ങമാസത്തോടുകൂടി അതിൻ്റെ കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിനും നല്ല സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമായിട്ട് മാറി ഐശ്വര്യസമ്പൂർണമാകും കുടുംബജീവിതവും. അതുപോലെ തന്നെ മുൻപ് പരിചയമുണ്ടായിരുന്ന, അകന്നു കഴിഞ്ഞ് ദൂരദേശത്തൊക്കെ ആയിരുന്ന സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെ ചില കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് തൊഴിൽ വിജയങ്ങളും അതും മുഖാന്തരം സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ മക്കളുടെയൊക്കെ വിവാഹം നടക്കണം എന്നാഗ്രഹിച്ച് ദീർഘനാളുകളായിട്ട് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ മക്കളുടെ വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം വന്ന് നടക്കുന്നതിനും ഈ ഒരു വർഷം യോഗമുള്ള ഒരു കാലമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.